ബിഗ് ബോസിൽ ഇന്ന് എപ്പിസോഡ് നടന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ്. അതുവരെ സന്തോഷത്തോടു കൂടി നടന്ന ജാസ്മിന് പെട്ടെന്ന് തന്നെ കൺഫെഷൻ റൂമിലെത്തുകയും അതുവരെ ഹാപ്പി ആയിരുന്നു. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഗെയിം കളിയൊക്കെ എങ്ങനെ പോകുന്നു? നല്ലതായിട്ട് പോകുന്നു ബിഗ് ബോസ്, ഗബ്രി ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, തന്നെ ഗെയിം കളിക്കാനല്ലേ ഇവിടെ വന്നത്? അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ, ബിഗ് ബോസ് തന്നെയാണ് ഗെയിം കളിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, ജാസ്മിൻ്റെ അച്ഛന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു. പക്ഷേ അത് നമ്മളെ കാണിക്കുന്നില്ല, ബാക്കി സംസാരം നമ്മളെ പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല. അതിനുശേഷം വന്നിട്ട് ജാസ്മിന് കരയുന്നു, ഗബ്രിയുമായിട്ടുള്ള റിലേഷനെ പറ്റിയൊക്കെ പറയുന്നു, പിന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുറത്തെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് പുറത്തെ കാര്യങ്ങൾ പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്, ഇവരെ പറ്റി പുറത്തെന്താണ് പറയുന്നതെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യം ഈ ജാസ്മിനോട് ഈ ഫാദർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ പ്രേക്ഷകരെ ബിഗ് ബോസ് കാണിക്കണമായിരുന്നു, ഫുള്ളായിട്ട് കാണിക്കണമായിരുന്നു. അങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ബിഗ് ബോസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷന് എതിരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് വിളിച്ചാണെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം പറയുക. ഇത് വീട്ടിൽ നിന്നുള്ള കാര്യം ഒഴികെ ബിഗ് ബോസിനകത്തെ കാര്യം പുറത്തെങ്ങനെയാണ് ചർച്ച നടക്കുന്നതെന്ന് ജാസ്മിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ജാസ്മിന് കൺഫെഷൻ റൂമിലേക്ക് പോയ ജാസ്മിനല്ല തിരിച്ച് വന്നതും പിന്നെ മൈൻഡ് ഭയങ്കരമായിട്ട് നമ്മളെ മോശമായ രീതിയിൽ പുറത്ത് ചിത്രീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ഗബ്രിയുമായിട്ട് അങ്ങനെ ഒത്തുപോകാൻ സാധിക്കുന്നില്ലെന്നൊക്കെ പറയുകയും, അപ്പോൾ അങ്ങനെ എന്തായാലും ഇതിനകത്തിൽ പുറത്ത് നടന്ന കാര്യം ഒരു 50% ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിനെ പെട്ടെന്ന് ചേഞ്ച് വരത്തില്ല. ഇങ്ങനെ പുറത്ത് നടന്ന കാര്യം അകത്തോട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇതൊരു ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്താണ് ബിഗ് ബോസ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജാസ്മിനോട് പറഞ്ഞത് എന്താ നമുക്കറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ പറയാൻ വേണ്ടി അവർ വെച്ചിരിക്കുമായിരിക്കും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.